ഇന്ത്യ കേരളം പ്രദർശന വിപണന മേള നടക്കുന്ന നാഗമ്പടം മൈതാനത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിൽ വരവേൽക്കാൻ എന്നോണം നിൽക്കുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണ്. കാണുമ്പോൾ വർണ്ണാഭമായ കാഴ്ചയാണെങ്കിലും അതിന്റെ പിന്നിലെ സന്ദേശം മറ്റൊന്നാണ്. നാഗമ്പടം മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി തയ്യാറാക്കിയ മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത പശുവിന്റെയും ആടിന്റെയും ഫാമുകളുടെ മിനിയേച്ചർ രൂപമാണ്. അത്രയും വൃത്തിയോടെയും മനോഹരവുമായിട്ടാണ് ഫാമുകൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ വിവിധ ഇനം കോഴികളുടെയും മുട്ടകളുടെയും മറ്റൊരു വിഭാഗവും പ്രദർശനത്തിലുണ്ട്. എന്നാൽ ഇതിനൊക്കെ മുന്നിലായാണ് സദാസമയം ചെവിയാട്ടിക്കൊണ്ട് നെറ്റിപ്പട്ടം കെട്ടി നിവർന്നു നിൽക്കുന്ന ഗജവീരന്റെ രൂപം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറിജിനലിനോട് കിടപിടിക്കുന്നതാണ് മാതൃക. നെറ്റിപ്പട്ടം കെട്ടി ജനങ്ങളെ വരവേൽക്കാൻ നിൽക്കുന്നതാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ആനകളെ ഉത്സവങ്ങളിലും മറ്റും പങ്കെടുപ്പിക്കുന്നതിനെതിരെയും ചൂടുകാലത്ത് എഴുന്നള്ളിക്കുന്നതിനെതിരെയും ആനകൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മൃഗസംരക്ഷണ വകുപ്പ് കോട്ടയം ജില്ലയുടെ സ്റ്റോളാണ്. ഇവിടെ വകുപ്പിലെ ജില്ലയിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മിൽമ, കേരള ഫീഡ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും സ്റ്റോളുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു മുൻവശത്തായി തന്നെ ഒരു ആനയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് വഴി നമ്മൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അത് നമ്മുടെ കാലാവസ്ഥയിലും മറ്റും ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതും അവയുടെ ഈ ചൂട് സഹിക്കാൻ വയ്യാതെ അത് അക്രമകാരികളാവുന്നതും ജനങ്ങൾക്ക് ഭീഷണിയാവുന്നതും ഒക്കെ ഈ സംവിധാനം വഴി തടയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു മോട്ടറൈസ്ഡ് എലിഫൻ്റാണ്. അതിൽ ആളുകൾക്ക് കയറി സഞ്ചരിക്കാനും പറ്റും. പ്രൊസഷൻസിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. കോഴികളുടെയും മൃഗങ്ങളുടെയും വ്യത്യസ്ത ഇനം തീറ്റകളുടെയും വിശദമായ പ്രദർശനവും കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലഹരിയല്ല, അരുമയാണ് ലഹരി എന്നൊരു സന്ദേശവും മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.